ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇക്കുറി ബി.ജെ.പി. ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങി ബി.ജെ.പി. കൊണ്ടാഴി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ ആവേശം നിറച്ച് ബി.ജെ.പി. പ്രവർത്തകർ. നിലവിൽ 2 സീറ്റുകൾ കയ്യിലുള്ള ബി.ജെ.പിക്ക് നിസ്സാര വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ 4 വാർഡുകൾ നഷ്ടമായത്. നിലവിലെ വാർഡ് നിലനിർത്തി 2ാം സ്ഥാനത്തുള്ള 4 വാർഡുകൾക്കൊപ്പം 2 വാർഡുകൾ കൂടെ പിടിച്ചെടുക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. വികസനം നടത്തുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറിയ കോൺഗ്രസിന് 10% പോലും വികസനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നും ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പല ഭാഗത്തും ഇല്ലെന്നും ഇത് പഞ്ചായത്തിനെ 50 വർഷം പിന്നിലോട്ട് എത്തിച്ചെന്നും ബി.ജെ.പി. ചേലക്കര മണ്ഡലം സെക്രട്ടറി വിജിത്ത് വാര്യർ പറഞ്ഞു. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള എല്ലാ സാഹചര്യവും അനുകൂലമാണ്. കൊണ്ടാഴിയിലെ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച LDF ആണെങ്കിലും LDFിൻ്റെ സർക്കാർ ഭരണസമിതിയുള്ള കാലത്തുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും എല്ലാം മുന്നിൽ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. തുടക്കകാലങ്ങളിൽ അവർ വന്ന ആദ്യ ഭരണം നേടിയ ആ വർഷത്തിൽ അവർ ഒരുപാട് വികസനങ്ങൾ നടത്തുമെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് ഭരണത്തിൽ വന്നത്. പക്ഷെ അതിൽ ഒരു 10% പോലും കൊണ്ടാഴിക്ക് അവർക്ക് ഒരു വികസനം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പോലും നടപ്പിലാക്കാൻ ഈ 2 മുന്നണിക്കും കൊണ്ടാഴിക്ക് സാധിച്ചിട്ടില്ല. കാർഷിക മേഖലയിൽ സഹായം എത്തിക്കാൻ കോൺഗ്രസ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നും തെരുവ് നായ വിഷയത്തിൽ നടപടിയെടുക്കാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഇതിനെതിരെ എല്ലാം ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഉടലെടുത്തിട്ടുണ്ടെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയായിട്ടുള്ള കൊണ്ടാഴിയിൽ കർഷകർക്ക് വിളനാശം, വന്യജീവികളെ കൊണ്ടുള്ള വിളനാശം ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിനായിട്ട് മറ്റും അടുത്ത സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ മുഴുവൻ നടപടി സ്വീകരിച്ചപ്പോഴും കൊണ്ടാഴി പഞ്ചായത്ത് അതിനുവേണ്ടി യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ കൊണ്ടാഴിയിലെ തെരുവ് വീതികളിലെല്ലാം തെരുവുനായ് ശല്യം വളരെ രൂക്ഷമാണ്. അതിനെതിരെയും കൊണ്ടാഴി പഞ്ചായത്തിലെ ഒരു നടപടിയും അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഓരോന്ന് എടുത്തു പറയുകയാണെങ്കിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി പൂർണ്ണമായ പരാജയമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അടിസ്ഥാന രേഖകളോടുകൂടി തന്നെ പറയാൻ തയ്യാറാണ്. കേന്ദ്ര പദ്ധതികൾ പഞ്ചായത്തിൽ എത്തിക്കുന്നതിനൊപ്പം മറ്റ് സാധ്യതകൾ പഞ്ചായത്തിൽ എത്തിക്കാനും ബി.ജെ.പി. ശ്രമിക്കുമെന്നും വിജിത്ത് വാര്യർ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ ഈ കൊണ്ടാഴിയിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ MP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വികസനങ്ങൾ ഈ കൊണ്ടാഴിയിൽ എത്തിക്കണം. അതേപോലെ ടൂറിസം പദ്ധതികൾ ഈ 2 ഗായത്രി പുഴയും ഭാരതപ്പുഴയും ഈ അടുത്തുകൂടെ ഒഴുകി പോകുന്നുണ്ട്. കുടിവെള്ളം ഇല്ലാത്ത പഞ്ചായത്ത് ആയിട്ടാണ് ഇപ്പോഴും ഈ കൊണ്ടാഴിയുടെ അവസ്ഥ. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ടൂറിസം നല്ല രീതിയിൽ നടത്താവുന്ന, ഒറ്റപ്പാലത്തിനോട് ചേർന്ന് ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന പഞ്ചായത്താണ്. അതായത് തനത് ഫണ്ട് വളരെ കുറവുള്ളൊരു പഞ്ചായത്താണ്. അത് ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റി സ്വന്തമായി ഇവിടുത്തെ ആളുകൾക്ക് എല്ലാവരും ഇവിടെ തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ തൊഴിലുള്ള ആളുകളാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ളൊരു കാഴ്ചപ്പാടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നത്.